ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാലോ, ഇത് ഞങ്ങളുടെ ഡ്രസ്സ് വയ്ക്കുന്ന കബോർഡാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടക്കിപ്പറക്കി വൃത്തിയാക്കി വെക്കലാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ കബോർഡിൻ്റെ അവസ്ഥ ഇതല്ലായിരുന്നു, കുറച്ചുകൂടെ വൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊന്ന് അടക്കിപ്പറക്കി വെക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഞാനൊന്ന് ഓർഡറായി വരുന്നുണ്ടായിരുന്നുള്ളൂ നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പതിയെ, നമ്മൾ വേറെ ആരും ഇല്ലല്ലോ, പതിയെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നാണ് ആ ദിവസം വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഡ്രസ്സിൽ നിന്ന് തന്നെ തുടങ്ങി. എല്ലാ ഡ്രസ്സും ഞാനെടുത്ത് പുറത്ത് വെച്ചു. പിന്നെ മടക്കി തന്നെ ഇരിക്കുന്നത് കൊണ്ട് വലിയ പണിയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതാ പോയപ്പോൾ തന്നെയുള്ള മടക്കി വയ്ക്കൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്കൊന്നും എടുത്ത് കുടഞ്ഞ് മടക്കി വെച്ചു. കബോർഡൊക്കെ ഒന്ന് വൈപ്സ് വെച്ചിട്ട് തുടച്ചു. പിന്നെ ആവശ്യമില്ലാത്ത ഞാൻ ഇടാത്ത ഡ്രസ്സും ചെറുതായതും ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് സൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അത് വെറുതെ കൊണ്ട് കളയാനല്ല, നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ പാകമല്ലാത്തതൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മുടെ താഴെ തന്നെ, ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ വേഗം തന്നെ എൻ്റെ കഴിഞ്ഞു. ഈ ബാഗ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാട്ടോ. ഇതിൽ ഞാൻ എടുത്തു വെച്ചത് കൊച്ചിൻ്റെ ഡ്രസ്സുകളാട്ടോ. പഴയത് നമുക്ക് കളയാൻ തോന്നാത്ത കുറച്ച് ഡ്രസ്സുകളും പിന്നെ വലിയ ഡ്രസ്സുകൾ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഗിഫ്റ്റായിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്തു വെച്ചു. അപ്പോൾ ഇതിൽ പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ അത് എന്തൊക്കെ ഡ്രസ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കാണുന്ന എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചതാണ്. അത് ഞാൻ 2 സെറ്റായിട്ട് വാങ്ങിച്ചു. ഒരു സെറ്റിൽ 3 പീസ് അങ്ങനെയായിരുന്നു. അപ്പോൾ 6 കിട്ടി. അപ്പോൾ ഒരെണ്ണത്തിൽ അങ്ങനെ എടുത്തു വെച്ചു. ബാക്കിയുള്ളതിൽ നമുക്ക് കബോർഡിലെങ്ങാനും വെക്കാൻ പറ്റുമോ എന്ന് നോക്കണം. പിന്നെ അടുത്തത് ഇച്ചായൻ്റെ ഡ്രസ്സുകളാട്ടോ. ഇത് ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്കെന്തോ വട്ട് പിടിച്ചു. ഇതാകെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സ്, പുറത്ത് പോകുമ്പോഴുള്ള ഡ്രസ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴുള്ള ഡ്രസ്സ്, അങ്ങനെയൊക്കെ ആയിട്ട് സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഓർഡറൊക്കെ തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചെയിൻ്റെ അവിടെ അങ്ങനെ തന്നെ വെച്ചു. അത് ഞാൻ കൊച്ചിൻ്റെയും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ 2-3 ദിവസത്തെ എൻ്റെ അധ്വാനം കേട്ടോ ഈ കാണുന്നത്. എനിക്ക് കൊച്ചുള്ളത് കൊണ്ട് അവളെയും കൂടെ നോക്കണമല്ലോ. അപ്പോൾ അവളുടെ മൂഡ് അനുസരിച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇച്ചായനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആട്ടോ. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ട് കിടക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.